സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്സ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടൻ കോമഡി എന്ന് പറഞ്ഞാൽ മുട്ടൻ കോമഡി. ഏതൊരു വ്യക്തി ലൈവ് കണ്ടാലും ചിരിച്ചു പോകുന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ സംഭവം. ജഡ്ജി വിഷയമാണ് ഇപ്പൊ ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കിച്ചൺ ഏരിയയില് കുറെ കേസുകളുണ്ട്. ഒന്ന് മുടി കിട്ടി, നഖം കിട്ടി, മറ്റേ കിട്ടി, മറിച്ച കിട്ടി, ഫുഡിൽ കഴിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സീസൺ സംഭവിച്ചിട്ടുള്ളതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് കിച്ചൺ ഏരിയയിൽ വെച്ചൊരു ഷഡ്ഡി കിട്ടിയിരിക്കുന്നതും അതും ഒരു ചുവപ്പ് ഷഡ്ഡി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ജിന്റെ പൊക്കി വെച്ചിട്ട് എല്ലാരും വിളിച്ചു, നാട്ടുകാരെ ഓടി വരിക എന്ന് വിളിച്ചു കൂട്ടുന്ന പോലെ എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് ഇത് ആരുടെയാണ് കണ്ടുപിടിക്കുന്ന ഒരു ചടങ്ങാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ചിരിച്ചു പോകുന്നില്ല, യാതൊരു സംശയമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഷഡ്ഡി കിച്ചൺ ഏരിയയിൽ വെച്ച് കിട്ടി എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും വിചാരിച്ചത് ജാസ്മിനെ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് തന്നെയാണ് ഹൈജീന്റെ പ്രശ്നം, അതുപോലെ തന്നെ മറവിയുടെ പ്രശ്നമുള്ളത്. അപ്പൊ എല്ലാരും പ്രതീക്ഷിച്ചത് ജാസ്മിൻ തന്നെയാണ് ഇങ്ങനെ മറന്നു വെച്ചിട്ട് പോയതെന്നാണ്. അപ്പൊ എല്ലാവരുടെയും ഉന്നം അല്ലെങ്കിൽ പോയിന്റഡ് ഫിംഗർ ഓൺ ജാസ്മിൻ മേത്തോട്ട് തന്നെയായിരുന്നു എല്ലാവർക്കും. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ആയിരുന്നു ആ സാധനം എന്ന് കണ്ടുപിടിച്ചപ്പോൾ വളരെ രസകരമായ ഒരു നിമിഷം തന്നെയാണ് അവിടെ സംഭവിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ജിൻഡോനെ പിച്ചു മാന്താനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജിൻഡോന്റെ എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ നല്ല വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ തന്നത് കൊണ്ട് മാത്രമാണ് ജിൻഡോനെ എല്ലാവരും പിച്ച് ചിന്താണ്ട് രക്ഷപ്പെടുത്തി വിട്ടതെന്ന് തന്നെ പറയുക. ജാസ്മിൻ വന്ന് നോക്കിയത് ജാസ്മിന്റെ ആണോ, ജാസ്മിൻ പറഞ്ഞു ഇതെന്റെ അല്ല, ഇത് ഭയങ്കര വലിയ സൈസാണ്, അതുകൊണ്ട് ഇതെന്റെ അല്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പോകുന്നുണ്ട്. അതേപോലെ ഓരോ ആൾക്കാർ വന്നിട്ട് കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ജിൻഡോ ആണ് പറഞ്ഞത് ഓ ഇത് എന്റെ ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ ഐഡന്റിഫൈ ചെയ്യുന്നതും. ജിൻഡോ വന്നിട്ട് പറഞ്ഞ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ജിൻഡോ വന്നിട്ട് പറഞ്ഞത് ഞാൻ പുറത്തു പോയി ഉണങ്ങാനായിട്ട് തുണി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കുമാണ് കിച്ചൺ ടീമിൽ നിന്ന് ഇങ്ങനെ അഞ്ചു വിളിക്കുന്നത്, ജിൻഡോ ചേട്ടൻ എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ തുണി അവിടെ വെച്ചിട്ട് പോയി, എന്നിട്ട് പോയി ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാൻ നേരത്ത് എന്റെ കയ്യിൽ നിന്ന് മിസ്സായതാവാനായിട്ട് ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അംഗങ്ങൾ എല്ലാവരും വിട്ടു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, വിട്ടു. എന്നാലും മൊത്തത്തില് ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ജിൻഡോ ഒഴിവായി തന്നെ പറയാം. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തന്നെ ജിൻഡോനിട്ട് പൊരിച്ചേനെ. ജിൻഡോയ്ക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, ജിൻഡോ പറഞ്ഞ എക്സ്പ്ലനേഷൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ. എന്തായാലും ഇനി ഇതിനെ തുടർന്ന് അടികൾ ഉണ്ടാവുമോ, ഇനി എന്തൊക്കെ ബിഗ് ബോസ് ഇടുന്ന നടക്കും, എല്ലാം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനായിട്ട് മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. ബൈ.